ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ആ ഒരു വഴക്ക് കാണിക്കുന്ന പ്രൊമോയിൽ രണ്ടാമത് വന്ന പ്രൊമോയിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പവർ ടീം സെലക്ഷന് ശേഷം മാത്രമാണ് ആ ഒരു വഴക്ക് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പവർ ടീമിലേക്ക് നമ്മുടെ റസ്മിനുണ്ട്, നോറയുണ്ട്, എനിക്കൊന്ന് അഭിഷേകം കാണുമായിരിക്കും, പിന്നെ നമ്മുടെ അൻസിബയുണ്ട്. ഇനി അതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. കാര്യം ബിഗ് ബോസ് സമ്മതിക്കും തോന്നുന്നില്ല ഇപ്പോൾ ഈ സമയത്ത് 5-6 പേരെയൊക്കെ ഈ ഒരു പവർ ടീമിലേക്ക് എടുക്കാനായിട്ട്. എന്തായാലും ഈ ഒരു വഴക്ക് നടക്കുമ്പോൾ പവർ ടീം ഒരു വാഴയെ പോലെ അവിടെ നിൽപ്പുണ്ട്. വലിയ വായിൽ വെച്ചൊക്കെ അടിച്ച ആളായിരുന്നു നമ്മുടെ അൻസിബ. പവർ ടീമിൽ കയറി ഇപ്പോൾ ശരിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ അവിടെ വായി നോക്കി നിൽപ്പുണ്ട്. എല്ലാവർക്കും എല്ലാം പറയാനൊക്കെ കഴിയും, പക്ഷേ ഒരു അധികാരസ്ഥാനത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെന്ന് കാണിക്കേണ്ടത്. എന്തായാലും വഴക്ക് ഇത്രയൊക്കെ നടക്കുമ്പോഴും ക്യാപ്റ്റനായ ഋഷിയോ അല്ലെങ്കിൽ പവർ ടീമിലെ അംഗങ്ങളോ ആരും തന്നെ ഒരു കാര്യവും പറയുന്നില്ല, നോക്കി നിൽക്കുന്ന എന്നുള്ള അല്ലാതെ ഒരു കാര്യവും പറയുന്നത് പോലുമില്ല. അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കണം. കാര്യം ജാസ്മിനെ ആണല്ലോ പറയുന്നത്. ഇപ്പം ജാസ്മിൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായോ? കാര്യം ഗബ്രി പോയല്ലോ. അപ്പം എല്ലാവർക്കും ഉറപ്പിക്കാം ജാസ്മിനെ നെഗറ്റീവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മൗന സമ്മതം പോലെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ജാസ്മിനെതിരെ ജിൻഡോയിൽ പറയുന്നത്. പക്ഷേ ജിൻഡോയും ജാസ്മിനും നേരിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ജാസ്മിൻ നെഗറ്റീവ് ആണെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ജാസ്മിനെതിരെ ഇനി എന്തായാലും ജിൻഡോ സംസാരിക്കും. അപ്പം ഇവർ രണ്ടും ഓപ്പൺ ആയിട്ടുള്ള വഴക്കിലേക്ക് വരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജാസ്മിന് ഒരുപാട് പേര് പറയുന്നുണ്ട് ജാസ്മിന് വിഷമമില്ലെന്ന്. ജാസ്മിന് നല്ല വിഷമമുണ്ട്. ആ ഫേസ് കാണുമ്പോൾ അറിയാം ജാസ്മിന് നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഗെയിം കളിക്കുന്നത് മാറിയിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗെയിമിലേക്ക് ആൾ ഇറങ്ങിയിട്ടുണ്ട്, ഗെയിം ഓണാണ്. പക്ഷേ നല്ല വിഷമമുണ്ട്. ഗബ്രി പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. കരഞ്ഞ് നമുക്ക് ആ മുഖം കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ജാസ്മിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും പുതിയ പവർ ടീമും ക്യാപ്റ്റനും ഒക്കെ അവിടെ പഴം വിഴുങ്ങിയ പോലെ നോക്കി നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.